ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ മാമ്പഴം കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. മാങ്ങക്കറിയാണ് അതിന് പേര്. അപ്പോൾ നമ്മൾ മാങ്ങ അതങ്ങനെ കട്ട് ചെയ്തെടുക്കുക. തോലൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കുക. സൂപ്പർ ഒരു മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ കറി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇതങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇതിനെങ്ങനെ അങ്ങനെ എടുക്കാം. എന്താ പെട്ടെന്ന് നമുക്ക് തോല് കളയാൻ പറ്റും. സൂപ്പറായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതേമാതിരി തന്നെ ഇതും നമുക്ക് ഇതങ്ങനെ വരഞ്ഞു കൊടുക്കാം. അങ്ങനെ വരഞ്ഞു കൊടുത്ത ശേഷം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തോല് പെട്ടെന്ന് നമുക്ക് എടുക്കാം. നല്ല പഴുത്ത മാങ്ങയായിരിക്കണം നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട്. പച്ച നന്നായിട്ടുണ്ടാവില്ല, സൂപ്പറായിട്ടുണ്ടാകും, നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് മാങ്ങക്കറി. മുമ്പൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കണം, മാമ്പഴം കിട്ടിയാൽ മാങ്ങക്കറി ഉണ്ടാക്കും. നമുക്ക് അപ്പോൾ കിട്ടുമല്ലോ. ഇപ്പോൾ ഒന്നും മരങ്ങൾ കമ്മിയാണ്. നമുക്ക് ഇങ്ങനെ വെളിയിലൊക്കെ പോണ സമയത്ത് താഴെ വീണ് കിടക്കും. അപ്പോൾ അതൊക്കെ പറക്കിയിട്ട് വരുന്നു. അപ്പം ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി പഴുത്ത മാങ്ങയായിരിക്കണം. മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ തോന്നുന്നു. പഴുപ്പ് കണ്ടിട്ടേ നല്ല മണം വരുന്നുണ്ട് മാങ്ങ. നമുക്കെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ആവശ്യം കിട്ടുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ മാങ്ങ ഇത് മതി. അപ്പം ഞാൻ ഈ മാങ്ങ രണ്ടിങ്ങനെ കഴിക്കുകയാണ്. നല്ല മധുരമുള്ള മാങ്ങ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം എല്ലാം ഇതങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വയ്ക്കാം. ഗ്യാസ് കത്തിക്കാം. ഇതൊക്കെ മുമ്പ് സിമ്പിളായി ചെയ്യുന്ന കറികളാണ് ഇതൊക്കെ. ഇപ്പോൾ ഒന്നും അറിയില്ല. ഒരു ചട്ടി വയ്ക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് ഉടയണം. കട്ട് ചെയ്ത് നല്ലോണം കട്ട് ചെയ്ത് വെക്കണം. ഒരു പണിയില്ല, പെട്ടെന്നൊരു കറി ഉണ്ടാക്കാം. എല്ലാം പീസാക്കുക, ചെത്തി ചെത്തി ഇടുക. കണ്ടോ, തക്കാളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ മാമ്പഴം വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊന്ന് വേവട്ടെ. തുറന്നു നോക്കാം. ഒന്ന് ഉടച്ച് വിടുക. വേഗം പെട്ടെന്ന് റെഡിയാകുന്ന കറി. മാങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എന്തുമാതിരി ജാമുമാതിരി ഉണ്ടാക്കാം നമുക്ക്. നന്നായിട്ട് അമർത്തി ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കാം. തുറന്നു നോക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇടേണ്ടത് വെച്ചാൽ ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കാം. ഇത് അരിയുമ്പോഴേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണ് 3 സ്പൂണ് അത്രയും മതി.
പുളി കസക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് എരിവ്, 1/2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് മാങ്ങ എത്രയുണ്ട് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടണം. ഈ വെല്ലമൊക്കെ ഒന്ന് അരിഞ്ഞ് വരട്ടെ. ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്നും കൂടെ നന്നായി ഒന്ന് തിളപ്പിക്കാം. വെല്ലമൊക്കെ അരിഞ്ഞു. കണ്ടോ, എരിവും പുളിയും ഉപ്പും മധുരവും അവിടെ മാങ്ങ കഷ്ണങ്ങൾ, മാമ്പഴ കഷ്ണങ്ങൾ. ഇപ്പോൾ സൂപ്പറായി. ഇനി നമുക്ക് താളിച്ചു കൊട്ടാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പെരുങ്കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അടിപൊളിയായി. ഇനി നമുക്ക് താളിച്ചു കൊട്ടാം. താളിക്കാനായിട്ട് കരണ്ടി വെച്ചു. എണ്ണ ഒഴിക്കുക. കരണ്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം കടുക് പൊട്ടുന്നുണ്ട്. പൊട്ടിയ ശേഷം കുറച്ച് കരിവേപ്പില, ഒരു വറമുളക് ഇട്ടിട്ട് അടിപൊളി കറിയായി. ഇപ്പോൾ വെള്ളച്ചോറ് മോര് ചോറൊക്കെ ഇല്ലേ, പഴയ ചോറ് മോരും ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ച് സൂപ്പറായിട്ടുണ്ടാകും. നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ ഇതൊക്കെ കടുകൊക്കെ പൊട്ടി ഒരു വറമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓഫാക്കുന്നുണ്ട്. ഇനി നമുക്ക് താളിച്ചത് കൊട്ടിക്കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. മാമ്പഴക്കറി റെഡിയായി. ഒന്നും ആവശ്യമില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പെട്ടെന്ന് റെഡിയായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.